ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ മൂന്നാർ, വയനാട്, പെരിയാർ ടൈഗർ റിസർവ്, ഗവി, വാഗമൺ തുടങ്ങിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രതിവർഷം ലക്ഷക്കണക്കിന് ആളുകളാണ് എത്തുന്നത്. എന്നാൽ നമ്മുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന പലരും അവിടെ ബാക്കിവെക്കുന്നത് പ്ലാസ്റ്റിക് കുപ്പികളുടെയും ഭക്ഷണ പാക്കറ്റുകളുടെയും വലിയ മാലിന്യ കൂമ്പാരങ്ങളാണ്. വിനോദസഞ്ചാരികളുടെ അശ്രദ്ധയും നിരുത്തരവാദപരമായ പെരുമാറ്റവുമാണ് ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം. പ്രകൃതിരമണീയമായ സ്ഥലങ്ങളിലെത്തി മിനിറ്റുകൾക്കകം തന്നെ ലഘുഭക്ഷണങ്ങളുടെ കവറുകളും പ്ലാസ്റ്റിക് കുപ്പികളും വലിച്ചെറിയുന്ന പ്രവണത വലിയ സംഘങ്ങളായി എത്തുന്ന സഞ്ചാരികൾക്കിടയിൽ വ്യാപകമാണ്. വഴിയരികിലും വ്യൂ പോയിന്റുകളിലും വനമേഖലകളിലും മാലിന്യം നിക്ഷേപിക്കുന്നത് പലരും ഒരു ശീലമാക്കി മാറ്റിയിരിക്കുന്നു. ഇത് പൊതുവായ പൗരബോധത്തിന്റെ അഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ വന്യമൃഗങ്ങൾക്ക് നൽകുന്നത് വലിയ ദുരന്തങ്ങളാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ വിനോദസഞ്ചാരികൾ ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കവറുകളും ഭക്ഷണ അവശിഷ്ടങ്ങളും ഭക്ഷിച്ച് ഗർഭിണിയായ ഒരു മാനും 2 ആനകളും ചരിഞ്ഞ സംഭവം നമ്മുടെ മനസാക്ഷിയെ ഉണർത്തേണ്ടതാണ്. മൂന്നാറിലെ കല്ലാർ പ്രദേശത്ത് കാട്ടാനകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്ന കാഴ്ചകൾ സ്ഥിരമായിരിക്കുകയാണ്. കൂടാതെ കുരങ്ങുകളും അണ്ണാനും പക്ഷികളും വരെ ഇത്തരം മാലിന്യങ്ങൾ തിന്നാൻ നിർബന്ധിതരാകുന്നു. ഈ പ്ലാസ്റ്റിക് മൃഗങ്ങളുടെ ഉള്ളിൽ കുടുങ്ങി പട്ടിണിക്കും മരണത്തിനും കാരണമാകുന്നു. 2025-ൽ മൂന്നാറിൽ നടന്ന ഒരു ശുചീകരണ യജ്ഞത്തിൽ ലഭിച്ച 55 ടൺ മാലിന്യത്തിൽ 49 ടണ്ണും പ്ലാസ്റ്റിക് ആയിരുന്നുവെന്നത് വിനോദസഞ്ചാരികൾ നടത്തുന്ന ഈ അലക്ഷ്യമായ മാലിന്യം തള്ളലിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. ഇതൊഴിവാക്കാൻ സർക്കാർ നിരവധി നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മൂന്നാർ, വയനാട്, വാഗമൺ തുടങ്ങി 10ഓളം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിരോധിക്കുകയും പരിശോധനയ്ക്കായി ഗ്രീൻ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമങ്ങൾക്കപ്പുറം ഓരോ സഞ്ചാരിയുടെയും മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത്. വനങ്ങളിലും പരിസ്ഥിതിലോല പ്രദേശങ്ങളിലും യാത്ര ചെയ്യുമ്പോൾ യാതൊരു അവശിഷ്ടങ്ങളും ഉപേക്ഷിക്കാതിരിക്കുക എന്ന ശീലം നാം കർശനമായി പാലിക്കണം. നാം കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വനത്തിൽ വലിച്ചെറിയാതെ തിരികെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. വനങ്ങളും വെള്ളച്ചാട്ടങ്ങളും മൃഗങ്ങളും നമ്മോട് സംസാരിക്കില്ല. എന്നാൽ നാം അവിടെ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കുന്നുണ്ട്. പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും കരുണ കാണിക്കുക. ഉത്തരവാദിത്തമുള്ള ഒരു വിനോദസഞ്ചാരിയായി മാറുക. ബോധപൂർവമായ മാലിന്യം വലിച്ചെറിയൽ അവസാനിപ്പിച്ചാൽ മാത്രമേ കേരളത്തിന്റെ ഈ പ്രകൃതി സൗന്ദര്യം വരും തലമുറയ്ക്കും ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ.